കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായി കൃഷിയെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് മലയാളി നടത്തിക്കൊണ്ടിരുന്നത്. തീൻമേശകളിലേക്ക് ശീലമില്ലാത്ത ഭക്ഷണങ്ങൾ ഇടം പിടിച്ചപ്പോൾ പാരമ്പര്യ കൃഷിരീതികളെ മലയാളി കൈവിട്ടിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷം കലർന്ന പച്ചക്കറികൾ കഴിക്കേണ്ടി വന്നപ്പോൾ, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോഴെല്ലാം ചിലരെങ്കിലും പഴയ കൃഷിരീതികളെയും ഭക്ഷണശീലങ്ങളെയും മുറുകെ പിടിച്ചു. സ്വന്തം വീട്ടുവളപ്പിലെ കൃഷികൾ സജീവമാക്കുകയും ശാസ്ത്രീയ രീതികൾ ഉപേക്ഷിച്ചുകൊണ്ട് പാരമ്പര്യ രീതികളിൽ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ട് നല്ല വിളവെടുക്കാൻ കഴിയുന്നതിനാലും കൂടിയ പരിചരണം ആവശ്യമില്ലാത്തതിനാലും പയർകൃഷി കൃഷിയെ ഉപജീവനമാക്കിയവരുടെ പ്രധാന കാർഷിക വിളയായി മാറി. കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനാലും ദുർമേധസ് ഇല്ലാതാക്കുന്നതിനാലും പച്ചപ്പയർ ആർക്കും ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ്. പയർച്ചെടിയുടെ വേരിൽ നിന്നുള്ള നൈട്രജൻ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതുകൊണ്ട് പയർ നടുന്ന മണ്ണിൽ മറ്റു പച്ചക്കറികളും സമൃദ്ധിയായി വളരും എന്നതാണ് ഈ കൃഷിയെ പച്ചക്കറി കർഷകർ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. പച്ചക്കറി കൃഷിയുടെ സമൃദ്ധിയിൽ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ മലയാളിക്ക് നൽകുന്ന വ്യത്യസ്തമായൊരു പെൺകൂട്ടായ്മയാണ് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് വില്ലേജിലെ സമൃദ്ധി വനിതാ ഹരിതാ സംഘം. വീട്ടുജോലികൾ കഴിഞ്ഞ് ഭർത്താവിനെയും കുട്ടികളെയും ഓഫീസിലേക്കും സ്കൂളിലേക്കും പറഞ്ഞുവിട്ട ശേഷം പാടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് 43 പേരടങ്ങിയ വീട്ടമ്മമാരുടെ ഈ കൂട്ടായ്മ. വീടിനു ചുറ്റും ധാരാളം തരിശുനിലങ്ങൾ പാഴായി കിടക്കുന്നത് എന്തു ചെയ്യാം എന്ന ചിന്തയിൽ നിന്നാണ് സമൃദ്ധി വനിതാ ഹരിത സംഘം രൂപം കൊള്ളുന്നത്. പാഴായി പുല്ലു പടർന്നു കിടക്കുന്ന തരിശുനിലങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്ന ചിന്ത അവരെ കൊണ്ടെത്തിച്ചത് ചെറിയനാട് കൃഷിഭവനിലായിരുന്നു. പച്ചക്കറി കൃഷിക്ക് മാത്രമായി കൃഷിഭവൻ നൽകി വരുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയാണ് ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് കരുത്തു പകർന്നത്. 8 ക്ലസ്റ്ററായി തിരിച്ചുകൊണ്ടുള്ള പച്ചക്കറി കൃഷി പദ്ധതികളാണ് ചെറിയനാട് കൃഷിഭവന് കീഴിലുള്ളത്. ചെറിയനാട് ഗ്രാമപഞ്ചായത്തിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വനിതാ സംഘമാണ് സമൃദ്ധി വനിതാ സംഘം. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആനുകൂല്യങ്ങളും നൽകുവാൻ കൃഷിഭവൻ എപ്പോഴും തയ്യാറാണ്. വിത്തിനോടൊപ്പം ഈ പ്രാവശ്യം ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യാനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം സ്യൂഡോമോണസ് എത്തിച്ചു കൊടുക്കാനും ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ 1 ഹെക്ടറിന് 10,000 രൂപയോളം അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കാനും ഈ വർഷം സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജലസേചന സൗകര്യത്തിന് വേണ്ടി വാൽക്കുളങ്ങൾ കുഴിക്കാനായി ഒരു വാൽക്കുളത്തിന് 4,500 രൂപ വീതം അത്യാവശ്യം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഓരോ ഇതിലും കൃഷിഭവൻ അവരുടെ ഒപ്പം നിന്നിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്ലസ്റ്ററിന് കുറഞ്ഞത് 5 ഹെക്ടർ ഭൂമിയെങ്കിലും വേണം. പല സ്ഥലങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന നിലങ്ങളെല്ലാം ഒന്നിപ്പിച്ച് കൂട്ടായ കൃഷിരീതിയാണ് സമൃദ്ധി വനിതാ ഹരിതാ സംഘം സ്വീകരിച്ചത്. എല്ലാ നിലങ്ങളും ഒന്നിച്ചുഴുകയും വിത്തിറക്കുകയും ഒന്നിച്ച് വിളവെടുക്കുകയും ചെയ്യുന്ന രീതി. ചെറിയനാട് പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി പച്ചക്കറി കൃഷിക്കുള്ള വിത്ത്, വളം എന്നിവ നൽകി പോരുന്നു. ഇതിനു പുറമെ വളം ഉൾപ്പെടെ ഹെക്ടറിന് 1,500 രൂപയുടെ ധനസഹായവും കൃഷി വകുപ്പ് പ്രത്യേകം നൽകി വരുന്നുണ്ട്. മികച്ച ജലസേചന സൗകര്യത്തിനായി വാൽക്കുളങ്ങൾ അഥവാ ചെറിയ കുളങ്ങൾ സൃഷ്ടിക്കാൻ 4,500 രൂപയുടെ പ്രത്യേക ധനസഹായവും ചെറിയനാട് കൃഷിഭവൻ നൽകി വരുന്നുണ്ട്. ഞങ്ങൾ 43 അംഗങ്ങളടങ്ങുന്ന ഒരു സംഘമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാവരും കൂട്ടായ്മയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ സംഘത്തിന് കാഴ്ചവെക്കുന്നത്. അതിൽ കൂടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കൃഷി ചെയ്ത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുണ്ടാകുന്ന ഒരു സന്തോഷവും എല്ലാവർക്കും അതൊരു ഉന്മേഷവും ഉണർവും തരുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു എല്ലാവരും കാണുന്ന ഈ ഒരു പച്ചക്കറി ഉൽപാദനവും കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. 1 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കാൻ വള്ളിപ്പയർ 16 ഗ്രാം മതിയാകും. വള്ളിപ്പയർ നടുമ്പോൾ 2 മീറ്റർ ഉയരത്തിൽ പന്തൽ കെട്ടിക്കൊടുക്കണം. കിളച്ച് നിരപ്പാക്കി കുമ്മായവും അടിവളവും നൽകി തയ്യാറാക്കിയ മണ്ണിൽ നേരിട്ട് വിത്ത് നടാവുന്നതാണ്. തലേദിവസം കുതിർത്ത വിത്താണ് നടാൻ ഉപയോഗിക്കുന്നത്. മഴവെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ
30 സെന്റിമീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ താഴ്ചയിലും 2 മീറ്റർ അകലവും നൽകി ചാലുകൾ കീറാറുണ്ട്. വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും ഇടയകലം ഉണ്ടായിരിക്കണം. ഒരു കുഴിയിൽ 2 വിത്ത് വീതമാണ് സാധാരണ വിതറുക. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയോടെ വീട്ടിലെ വെളുപ്പിനെ എണീറ്റ് വീട്ടിലെ സകല ജോലി ഒതുക്കിയിട്ട് 7 മണിയോടെ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് എല്ലാവരും കണ്ടത്തിലിറങ്ങും. അഥവാ ഞങ്ങൾ 10-20 ചേർന്നുള്ള ഒരു യൂണിറ്റിൽ ചില ദിവസങ്ങളിൽ 20 പേരും കാണത്തില്ല, ചിലപ്പോൾ 10 പേരെ കാണത്തുള്ളൂ, ചിലപ്പോൾ അതിൽ 15 പേരെ കാണത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ചിലപ്പോൾ അസുഖങ്ങൾ, കുട്ടികളുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതെല്ലാം ഞങ്ങൾ തരണം ചെയ്തു ഒരു മത്സരവും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് ലാഭവിധങ്ങളെല്ലാം ഒത്തൊരുമയോടെ നല്ല രീതിയിൽ ലാഭം വീതിച്ചും എടുത്തും നല്ലൊരു വരുമാനമായിട്ട് ഞങ്ങളിത് കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല ഗുണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദിവസം ഒരു 200 കിലോ പയറെങ്കിലും ഈ 12 ഏക്കറിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നുണ്ട്. പയർ തന്നെയല്ലല്ലോ ഈ 12 ഏക്കറിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പയർ തന്നെ ഒരു 200 കിലോയെങ്കിലും ഒന്നിക്കുന്നിരാടം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിക്കുന്നിരാടം എടുക്കുന്നില്ലല്ലോ, ആഴ്ചയിലാണ് വെള്ളരി എടുക്കാൻ തുടങ്ങുന്നത്. വെള്ളരി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആദ്യഘട്ടം ഒരു 100 കിലോ എടുത്താൽ നമ്മൾക്ക് 2ാം ഘട്ടം ആകുമ്പോഴത്തേക്കും കുറഞ്ഞ 500 കിലോയെങ്കിലും എടുത്തിരിക്കും. വെള്ളരിയിൽ നിന്നും വലിയ ആദായം കിട്ടുന്നില്ലെങ്കിലും കിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വരുമാനമാണ്. 4-5 ഘട്ടമായിട്ട് വെള്ളരിയുടെ ഇടപാട് തീർന്നിരിക്കും. അപ്പോൾ ആ സമയത്ത് 2-3 ഘട്ടത്തിൽ നമുക്ക് നല്ല വരുമാനം നമ്മുടെ കയ്യിൽ വന്നിരിക്കും. വീട്ടുജോലികൾ കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതികളിലും പങ്കെടുത്തിട്ട് ബാക്കിയുള്ള സമയമാണ് സമൃദ്ധി വനിതാ ഹരിത സംഘത്തിലെ സ്ത്രീ കൂട്ടായ്മ നിലത്തിലേക്ക് ഇറങ്ങുന്നത്. പയർ, വെണ്ട, വഴുതനങ്ങ, പാവലം, പടവലം, മത്തൻ, ചീര, വെള്ളരി തുടങ്ങിയ എല്ലാത്തരം കൃഷികളും ഇവർ നടത്തിവരുന്നുണ്ട്. എന്നാൽ തന്നെയും എല്ലാ സീസണിലും കൃഷി ഇറക്കാൻ കഴിയുന്നതും കുറഞ്ഞ കാലം കൊണ്ട് വിളവ് നേടിത്തരുന്നതും അധിക പരിചരണം ആവശ്യമില്ലാത്തതുമായ പയറുകൃഷിയാണ് ഇവർക്ക് കൂടുതൽ പ്രിയങ്കരം. എല്ലാ തരത്തിലുള്ള കൃഷികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നത് പയറിൽ നിന്നാണ്. പിന്നെ പടവലം, വെള്ളരി, പാവല, എല്ലാ തരത്തിലുള്ള പച്ചക്കറി ഐറ്റം കൃഷികളും മൊത്തം ഞങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. എല്ലാ വർഷവും ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത് ചീരയിൽ നിന്നാണ്. ചീരയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ചീരയിൽ നിന്ന് നമുക്ക് വലിയ ആദായം കിട്ടത്തില്ല. അതുകൊണ്ട് പയർ കൃഷി മറ്റ് പാവല, പടവല ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ചീര തുടങ്ങും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുടുംബത്തിൽ വരുമാനങ്ങൾ ഈ പച്ചക്കറിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല വരുമാനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വിത്തിറക്കാൻ പാകത്തിന് നിലമുഴുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവൃത്തികളും ഈ വീട്ടമ്മമാരാണ് ചെയ്യാറുള്ളത്. പയർ പടർത്തി വിടുന്നതിനുള്ള പന്തൽ കെട്ടാൻ മാത്രമാണ് ഇവർ പുറത്തുനിന്നും സഹായം തേടുന്നത്. അതിനാൽ തന്നെ കൃഷിപ്പണിക്ക് വേണ്ട കൂലികളൊന്നും തന്നെ ഇവർക്ക് നഷ്ടമാകുന്നില്ല. പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നല്ല രീതിയിലുള്ള വിലകൾ കിട്ടുന്നില്ല. നമ്മൾ എന്നോട് 35 രൂപ 40 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ പോയിട്ട് അവർ ഏജന്റുമാർക്കാണ് കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ്. അവരത് 60-70 കൊടുക്കും. നമുക്ക് കർഷകർക്ക് ഇത് വെറും മോശമായ ഒരു രീതിയിലാണ് വിലകൾ കിട്ടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വെള്ളരി നമ്മളിൽ നിന്നും 4 രൂപ 5 രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് വെള്ളരി വാങ്ങിക്കൊണ്ടുപോയി മാർക്കറ്റിലെത്തി നമ്മൾ മറ്റുള്ളവർ വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു കിലോയ്ക്ക് 20 രൂപ 30 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ അവരിൽ നിന്നും വളരെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുകയാണ് നമ്മളെ. മാർക്കറ്റിലെ വാല്യൂം നമ്മളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് അവർ കൊണ്ടുപോയി കിലോ 40 രൂപ 50 രൂപയ്ക്കാണ് വെള്ളരി വിൽക്കപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന രാപകലില്ലാതെ കിളച്ചും വെള്ളം കോരിയും വളവിട്ടും ഇതിൽ നിന്ന് കയറാറില്ല. പച്ചക്കറി കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുപ്പ് കാലം വരെ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് നമ്മളുടെ ജീവിതം. സത്യം പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ബെനിഫിറ്റുകളോ ഒന്നും നമുക്ക്. പിന്നെ ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും കൂടുതലും സപ്പോർട്ടുകളും പിന്നെ സബ്സിഡി ഇനത്തിലുള്ള പൈസകളായാലും അവരിൽ നിന്നും ഞങ്ങൾക്ക് ട്രെയിനിങ്ങും പിന്നെ നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ ഒരു പ്രേരണയും അവരിൽ നിന്നുള്ള ഒരു സഹായങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് ഇതിപ്പോൾ നടന്നു പോകുന്നത്. വിളവെടുക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ വിളവെടുപ്പിന്റെ 75% വിറ്റുപോകുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് മാർക്കറ്റിൽ ഇവ തന്നെയാണ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തി വരാറുള്ളത്. ഏത് മാർക്കറ്റിലാണോ വിൽപ്പന നടത്തിയത് അതിന്റെ രസീത് ഹാജരാക്കിയാൽ കൃഷി വകുപ്പ് ഓരോ കിലോഗ്രാം പച്ചക്കറിക്കും ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ 1 രൂപ വെച്ചും നൽകി വരുന്നുണ്ട്. വിളവെടുക്കുമ്പോൾ അത് വാങ്ങാൻ ധാരാളം ഉപഭോക്താക്കളും ഇടനിലക്കാരും ഉണ്ടെങ്കിലും
മാർക്കറ്റ് വിലയേക്കാൾ വളരെ തുച്ഛമായ വിലയാണ് പലപ്പോഴും സ്പോട്ടിൽ നിന്ന് ഇവർക്ക് ലഭിക്കാറുള്ളത്. ഈ നഷ്ടത്തെ അതിജീവിക്കാൻ കൃഷി വകുപ്പിന്റെ കീഴിൽ 8 ക്ലസ്റ്ററും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫെഡറൽ മാർക്കറ്റിംഗ് സംവിധാനം ഇവർ ആലോചിക്കുന്നുണ്ട്. പരമ്പരാഗതമായ കൃഷി രീതിയിൽ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതിനുള്ള ശാസ്ത്രീയമായ ക്ലാസുകൾ കൃഷി വകുപ്പിന്റെ വിവിധ വിഭാഗങ്ങൾ ഇവർക്കായി സംഘടിപ്പിക്കാറുണ്ട്. പയറുചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ കടവാട്ടം, തണ്ടിൽ പുള്ളിക്കുത്ത്, ഇലവാട്ടം എന്നിവയാണ്. കൃഷി ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് വഴി ജൈവ കീടരോഗം നിയന്ത്രിക്കാം. പയറിലുണ്ടാകുന്ന ചാഴി, പുഴു, മുഞ്ഞ, കായ്തുരപ്പൻ പുഴു എന്നിവയ്ക്കെതിരെ വേപ്പിൻ കുരു മിശ്രിതം, പുകയില കഷായം എന്നിവയാണ് പ്രയോഗിക്കുന്നത്. ജൈവ കീടരോഗ നിയന്ത്രണത്തിനാണ് പുകയില കഷായം പ്രധാനമായും ഉപയോഗിക്കുന്നത്. കീടനാശിനിയെ അകറ്റാൻ ഗ്രോണിം എന്ന ജൈവ കീടനാശിനി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. 10 മില്ലി ലിറ്റർ ഗ്രോണിം 9 ലിറ്റർ വെള്ളത്തിൽ കലക്കി നേർപ്പിച്ചാണ് ഇവർ പാടങ്ങളിൽ തളിക്കാറുള്ളത്. പച്ചക്കറിയുടെ പ്രധാന ശത്രുക്കളായ തണ്ടുതുരപ്പൻ, ഗാളിച്ച, ഇലപ്പുഴു എന്നിവയെ ഇതുമൂലവും അകറ്റാൻ സാധിക്കും. ജൈവ കീടനാശിനിയാണ്. ഇതിന്റെ പേര് ഗ്രോണിം. ഇത് വെള്ളരി, പയറ് മുതലായ കൃഷികൾക്കായി ഉപയോഗിക്കുകയാണ്. ഇത് 10 മില്ലി 9 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇത് കീടബാധയ്ക്ക് വേണ്ടി അടിക്കുന്നത്. അടപ്പില് അളന്നൊഴിച്ച് ഒരടപ്പ് 10 മില്ലിയാണ്. ഇതിനോടൊപ്പം 9 ലിറ്റർ വെള്ളം ഇതിലൊഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഈ കീടനാശിനി കളിക്കുന്നത്. സാധാരണയായി കണ്ടുവരുന്ന തണ്ടുതുരപ്പന്, ഗാളിച്ച മുതലായ കീടനാശിനികളും ഇലപ്പുഴു മുതലായ കീടനാശിനികൾക്കും ഇത് ഉത്തമമാണെന്ന് കൃഷി വകുപ്പിൽ നിന്ന്, കൃഷി ഓഫീസിൽ നിന്ന് പറയുകയും അതിനനുസരിച്ചാണ് ഈ ജൈവ കീടനാശിനി ഇതിനായി ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഇഷ്ടംപോലെ അനേകം ഭാര്യമാര് ഭർത്താക്കൾക്ക് പോയി കഴിയുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ കുറേ പേരുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഇതിൽ ഇറങ്ങി രാവിലെ തൊട്ട്. അപ്പം നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. നമ്മുടെ വീട്ടുകാര്യങ്ങൾ നടന്നു പോകും, കുട്ടികളുടെ കാര്യങ്ങളും നടന്നു പോകും. നമുക്ക് 10 പൈസ നമുക്ക് ഒരു കുഴപ്പവുമില്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ നമ്മുടെ ഒരു കാര്യത്തിന് ഒരു മുടക്കം വരുന്നില്ല. രാവിലെ ഇറങ്ങുന്നു, വൈകിട്ട് വീട്ടിൽ എത്തുന്നു. അപ്പം നമ്മുടെ സമയങ്ങൾ കൂടുതൽ ഇതിനകത്ത് ചെലവഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും ചിന്തിക്കാനേ നമുക്ക് സമയം കിട്ടുന്നില്ല. മറ്റുള്ള വേറുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ ഒന്നും നമുക്ക് സമയം കൊടുക്കുന്നില്ല. ഇതിലേക്ക് കൃഷിയും നമ്മളുമായിട്ട് കൂടുതലങ്ങ് ഇണങ്ങിച്ചേർന്ന് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഇത് കൃഷി ഉള്ളിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ചിന്തയിലേക്ക് കടന്നു പോകാനോ ശ്രമിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും നല്ല രീതിയിൽ ഇതേപോലെ തന്നെ ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ദിവസത്തിൽ ബാക്കി കിട്ടുന്ന സമയം മണ്ണിലേക്ക് ഇറങ്ങുന്നതിനാൽ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം മികച്ച വരുമാനവും കരസ്ഥമാക്കാൻ ഇതുമൂലം കഴിയുന്നുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നു. കൃഷിയിലൂടെയുള്ള ജീവിതം ഇവർക്ക് ആരോഗ്യവും മനസുഖവും നൽകുന്നുണ്ടെന്നുള്ളതിന് ഇവർ തന്നെയാണ് സാക്ഷ്യം. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് ആരെന്നറിയാത്ത ഒരു സമൂഹം വളർന്നു വരുന്ന മലയാള മണ്ണിൽ കൃഷിയിലൂടെ അയൽക്കാരെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സാധിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് സമൃദ്ധി വനിതാ ഹരിത സംഘത്തിന് കേരളത്തോട് പങ്കുവയ്ക്കാനുള്ളത്. ഈ പെൺകൂട്ടായ്മ കേരളത്തിന്റെ കാർഷിക വിളയ്ക്ക് ഒരു മുതൽക്കൂട്ടും മികച്ച മാതൃകയുമാണ്. സമൃദ്ധി വനിതാ ഹരിത സംഘം കേരളത്തിലെ തീന്മേശകളെ വിഷരഹിതമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു വരുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया।
क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലേവേർഡ് തേങ്ങാപ്പാൽ വിപണിയിലേക്ക്. പട്ടുനൂൽ കൃഷിക്ക് സഹായം. ഇല കുരുടിക്കാത്ത പുതിയ പച്ചമുളക് കീർത്തി. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൌത്ത് വാഴക്കുളത്തെ കോക്കനട്ട് ബോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊഴുപ്പ് നിറഞ്ഞ മൃഗജന്യ പാലിനു പകരം സംശുദ്ധമായ തേങ്ങാപ്പാലിൽ നിന്നുള്ള ഫ്ലേവേർഡ് തേങ്ങാപ്പാൽ സംസ്കരിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചു. ശരാശരി നാളികേരത്തിൽ നിന്ന് 200 ഗ്രാം കാമ്പ് ലഭിക്കും. ഇത് പിഴിഞ്ഞാൽ 800 മില്ലിലിറ്റർ പാൽ ലഭിക്കും. ക്ഷീരോൽപ്പന്നത്തേക്കാൾ ആരോഗ്യപ്രദവും സുരക്ഷിതവുമാണ് കോക്കനട്ട് ഫ്ലേവേർഡ് മിൽക്ക്. ഇതിന് വൻ വിപണന സാധ്യതയാണുള്ളത്. നാളികേര കമ്പനികൾക്ക് വളരെ ലാഭകരമായി ഏറ്റെടുക്കാവുന്ന ബിസിനസ്സായി ഫ്ലേവേർഡ് കോക്കനട്ട് മിൽക്ക് ഉൽപ്പാദനം വികസിപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-267-9680. ഇമെയിൽ ഐ ഡി citalUVA@gmail.com. ോടെ കേരളം സമ്പൂർണ്ണ ജൈവകൃഷി സംസ്ഥാനമായി രൂപാന്തരപ്പെടുന്നതിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്ത് ജൈവ മാനവ മതിൽ തീർക്കും. ഗാന്ധി പാർക്ക് മൈതാനം മുതൽ പാളയം രക്തസാക്ഷി മണ്ഡപം വരെയാണ് ജൈവ മാനവ മതിൽ. ഇതിൽ വിദ്യാർത്ഥികൾ, കർഷകർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവർ അണിനിരക്കും. കേരളത്തിലെ യുവതലമുറയ്ക്ക് പട്ടുനൂൽ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായി വിവിധ സബ്സിഡി ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും സാങ്കേതിക ഉപദേശവും ഗ്രാമവികസന വകുപ്പ് നൽകുന്നു. മൾബറി ചെടി നടിയിൽ മുതൽ പട്ടുനൂൽ കൃഷിക്കും യന്ത്രവൽകൃത കൊക്കൂൺ സംസ്കരണത്തിനും നൂൽ നൂൽക്കാനും വിവിധ പദ്ധതികളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ഗ്രാമവികസന കമ്മീഷണറേറ്റിന്റെ കാര്യാലയവുമായോ ജില്ലാതല ഗ്രാമവികസന ഓഫീസുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0471-231-6095. മറ്റൊരു നമ്പർ 0471-231-3634. വിഷമില്ലാത്ത പച്ചക്കറിയും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം 4 ഏകദിന പരിശീലനങ്ങൾ നടത്തുന്നു. വിവിധതരം കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ ഒക്ടോബർ 5-നും ജൈവ കീടരോഗ ഉപാധികളുടെ ഉൽപ്പാദനത്തിൽ ഒക്ടോബർ 6-നും ചെറുകിട കണിക ജലസേചന രീതികളിൽ ഒക്ടോബർ 7-നും കൂൺ കൃഷിയിൽ ഒക്ടോബർ 8-നുമാണ് പരിശീലനം. താൽപര്യമുള്ളവർ ഓരോന്നിനും വെവ്വേറെ പേര് രജിസ്റ്റർ ചെയ്യണം. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പ്രവേശനം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487-237-5855. മറ്റൊരു നമ്പർ 0487-237-4755. കേരള കാർഷിക സർവകലാശാലയുടെ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം ഇലകുരുടിപ്പ് രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള കീർത്തി എന്ന പുതിയ ഇനം പച്ചമുളക് വികസിപ്പിച്ചു. നല്ല പച്ചനിറവും ഇടത്തരം വലിപ്പവും മിതമായ എരിവുമുള്ള കായ്കൾ തരുന്ന ഇനമാണ് കീർത്തി. ചെടി നട്ട് 45 മുതൽ 50 ദിവസത്തിനുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-624591. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 12,000, വെളിച്ചെണ്ണ തൃശൂർ 10,800, കൊപ്ര കൊച്ചി 7,420, കൊപ്ര കോഴിക്കോട് 7,600, കൊപ്ര തൃശൂർ 7,350, കുരുമുളക് അൺഗാർബിൾ 63,300, കുരുമുളക് ഗാർബിൾ 66,300, ചുക്ക് മീഡിയം 19,500, ചുക്ക് ബസ്റ്റ് 21,000, മഞ്ഞൾ സേലം 7,700, മഞ്ഞൾ ഈറോഡ് 8,000.
അടയ്ക്ക 21,500-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,300. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,300. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 11,000 രൂപ, കൊപ്ര 7,420, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, പിണ്ണാക്ക് റോട്ടറി 2,400, കുരുമുളക് അൺഗാർബിൾ 63,300, കുരുമുളക് ഗാർബിൾ 66,300. ചുക്ക് മീഡിയം 19,500, ചുക്ക് ബെസ്റ്റ് 21,000, അടയ്ക്ക പുതിയത് 21,500-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 200-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 325-നും 360-നും മധ്യേ. ജാതിപത്രി 550-നും 900-നും മധ്യേ. ഗ്രാമ്പു 830. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,300, ഒട്ടുപാൽ 7,400, ലാറ്റക്സ് 8,000. കമ്പോള അവലോകനം. ഉത്സവ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അന്തർസംസ്ഥാന വ്യാപാരികൾ കുരുമുളക് ശേഖരിക്കാനെത്തി. ലഭ്യത ചുരുങ്ങിയതിനാൽ ആഭ്യന്തര ഡിമാൻഡിൽ 300 രൂപ വർദ്ധിച്ച് 66,300-ലാണ് ഇടപാടുകൾ തുടങ്ങിയത്. അതേസമയം വിലക്കയറ്റം കയറ്റുമതിക്കാരിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല. ദീപാവലി ഡിമാൻഡ് മുൻനിർത്തി വ്യവസായികൾ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി തോത് വർദ്ധിപ്പിച്ചതിനാൽ ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് മുന്നേറാനായില്ല. കൊച്ചിയിലും കോഴിക്കോടും വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ സ്റ്റഡിയാണ്. ഇന്ന് കൊച്ചിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 1,00,000-ൽ-അധികം കിലോ ചരക്കിന്റെ ഇടപാടുകൾ നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 954 രൂപയിലും ശരാശരി ഇനങ്ങൾ 658 രൂപയിലും ലേലം കൊണ്ടു. വിദേശത്ത് ഇന്ന് റബ്ബർ വില ഇടിഞ്ഞെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലെ ഷീറ്റ് ക്ഷാമം വിപണിക്ക് താങ്ങായി. ടയർ വ്യവസായികൾ കിലോ 113 രൂപയ്ക്ക് 4ാം ഗ്രേഡ് ശേഖരിച്ചു. റബ്ബർ ടാപ്പിംഗ് രംഗം തളർച്ചയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 24.2. കൊച്ചി 32, 24.6. ആലപ്പുഴ 34.8, 24.5. പുനലൂർ 33.4, 23.2. തിരുവനന്തപുരം കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.